വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഫെഫ്ക എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ദിനേശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും. ഭാഗ്യജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വർക്കിംഗ് ടൈം സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് 9 മണിക്കോ 10 മണിക്കോ പോലും തീർക്കാൻ പറ്റില്ല. വെളുപ്പിനെ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട്. ദിനേശേട്ടൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ രേഖാപരമായി പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ലേഡി പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ ഒരു 2-3 ഇയേഴ്സ് മുമ്പ് അനുഭവിച്ചൊരു പ്രശ്നം ഒരു ഇന്റർവ്യൂയിലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ. അപ്പൊ ഈ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്, ഏകദേശം നെടുമങ്ങാട് ഭാഗത്തേക്കാണ്. അപ്പൊ വീട്ടില് ഈ റോഡിൽ നിന്ന് ഒരു അല്പ ദൂരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്നു കയറേണ്ടതുണ്ട്. ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും ഈ കുട്ടികളെ സാധാരണ കൊണ്ടാക്കുമ്പോൾ അതുവരെ തന്നെ. ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരം ഇറക്കുന്നതിൽ നിന്ന് കുറച്ച് ദൂരത്ത് ഇറക്കുകയും, രാത്രിയാണ്, അർദ്ധരാത്രി 12 മണിയായി എന്ന് ആലോചിക്കണം, നല്ല ഇരുട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വം ഇല്ല, കൂടെ ആരും ഇല്ല, ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത്. ആ ഡ്രൈവർ ആ കൃത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല, ഇതിന് കുട്ടി പോയി വീടെത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഒരുപാട് ദൂരത്ത് ഇറക്കുകയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ നിന്ന് ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൺട്രോളർ വിളിക്കുമ്പോൾ വർക്കിന് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു ഭയം ഉള്ളത് കൊണ്ടാണ്, കാരണം ആ സുരക്ഷിതത്വം കുറവാണ് അത് അന്ന് അനുഭവിച്ചത്. അത് പക്ഷെ ആരോടും പരാതി പറഞ്ഞില്ല. ഒരുപക്ഷെ നിയമപരമായിട്ട് നമ്മളോട് അന്ന് ആത്മസംഘടനയ്ക്ക് ഒരു പരാതി തന്നിട്ടെങ്കിൽ പോലും നമ്മളത് എടുത്തേനെ. അപ്പൊ പരാതിയായിട്ടത് പറയാതെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചത്. ഇതുപോലുള്ള ഇൻസിഡന്റുകൾ പലപ്പോഴും നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആള് വലിയ കുറ്റക്കാരായി മാറുമോ, അല്ലെ അവർക്ക് വർക്ക് നഷ്ടപ്പെടുമോ, മറ്റുള്ളവരവരെ മോശമായി കാണുന്നൊക്കെ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത്. ഒരുപക്ഷെ ഫെഫ്ക എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഈ ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുന്നത് വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനന്ദനം എന്നല്ല, അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പോൾ ഫെഫ്ക തന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. NDTV എന്നൊരു ഇനീഷ്യേറ്റീവ് സേഫ് ജേർണി എന്നാണ് ഇതിൻ്റെ ഏകോപനം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പരമേശ്വരി ചേച്ചി ഇതിന്റെ ആദ്യം QR കോഡ് നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിയന്റെ കൺവീനർ COA നമ്പർ അംഗമായ അനിൽ നൽകിക്കൊണ്ട് ബഹുമാനായിരുന്നു. ഇത് സ്കാൻ ചെയ്താൽ ഈ നമ്പറിലേക്ക് ആ ഫോൺ കൂടെ നോക്കാവോ?
കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.